വൃന്ദ, കഴിഞ്ഞ 4 ദിവസങ്ങളായി ഇപ്പോൾ ഈ ഒരു പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ 2023-ലും 2024-ലും സമാനമായ രീതിയിൽ ഒരു മരുന്ന് ക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്നെല്ലാം ഇത്തരത്തിൽ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് കളക്ടറുമായി സംസാരിച്ചുകൊണ്ടായിരുന്നു ഇതിലൊരു തീരുമാനം ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിൽ ഇപ്പോഴും കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതുവരെയായിട്ടും ഒരു പ്രതികരണവും കളക്ടർ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഭാഗത്ത് നിന്നോ ഇതുവരെയായിട്ടും ഒരു പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ BJP നേതാക്കളടുത്ത് ഈ നടക്കാവ് നോർത്ത് മണ്ഡലം പ്രസിഡന്റിന്റെ അടുത്ത് വരെ നമ്മൾ ഈ കാര്യവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെയും നമ്മൾ ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ആരോഗ്യമന്ത്രിക്ക് നേരിട്ടല്ലാതെയും ഈ ഒരു പരാതി ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ഈ ഒരു വിഷയത്തിൽ യാതൊരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പരാതി ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ഏതൊക്കെ രീതിയിൽ ഒരു നടപടി എടുക്കണം എന്നുള്ളത് പോലും ആരോഗ്യമന്ത്രി കൈവരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് BJPക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും അതുപോലെ തന്നെ യൂത്ത് ലീഗ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും ഇതിലൊരു കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ ആശുപത്രി സൂപ്രണ്ടിനോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനോ ഇതുവരെയായിട്ടും തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും കൂടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ച് ആശുപത്രിയിലും അതുപോലെ തന്നെ വടകര സഹകരണ ആശുപത്രിയിൽ വരെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ബീച്ച് ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ കാത്ത് ലാബ് ഉൾപ്പെടെ അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാത്ത് ലാബ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെ വടകര സഹകരണ ആശുപത്രിയിലും ഇപ്പോൾ വൃക്ക രോഗികൾക്ക് ആവശ്യമുള്ള ഡയാലിസിസ് പോലുള്ള ഈ പ്രവർത്തികളൊന്നും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല. ഈ ഒരു പ്രവർത്തികൾ നടക്കാത്തതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ കുടിശ്ശിക തീർക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള മരുന്നുകളൊന്നും ഈ ആശുപത്രിക്കൊന്നും നൽകാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ സ്റ്റെന്റ് വരെ നിർത്തിവെച്ചിരിക്കുന്ന അവസ്ഥയാണ്. നമുക്കറിയാം, ആൻജിയോഗ്രാം ഉൾപ്പെടെ നടക്കുന്ന ആശുപത്രിയാണ് ഈ ബീച്ച് ആശുപത്രിയും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികൾ. പക്ഷേ ഇവിടേക്കുള്ള സ്റ്റെന്റ് വിതരണം കൂടി നിർത്തിവെക്കുമ്പോൾ ഇവിടെ ഈ ഹൃദ്രോഗികളാണ് ഇവിടെ വലയുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ഹൃദ്രോഗം, വൃക്കരോഗങ്ങൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയും അതുപോലെ തന്നെ ഈ ബീച്ച് ആശുപത്രിയെയും സമീപിക്കുകയാണ്. സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ സമീപിക്കുന്ന ഒരേ ഒരു ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ ബീച്ച് ആശുപത്രിയും. ഇത്തരത്തിലുള്ള ഈ ആശുപത്രിയിലേക്ക് ഈ അത്യാവശ്യമായ ക്യാൻസർ രോഗം പോലുള്ള അസുഖങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഹൃദ്രോഗം പോലുള്ള അസുഖങ്ങൾക്കാണെങ്കിലും ഇത്തരത്തിലുള്ള മരുന്നുകളും സ്റ്റെന്റുകൾ ഉൾപ്പെടെ നിർത്തിവെക്കുമ്പോൾ അതിൽ സാധാരണക്കാരാണ് ഇതിൽ പെടുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, കാരുണ്യ പോലുള്ള ഈ ഇൻഷുറൻസ് കാർഡുകൾ അതുപോലും ഇപ്പോൾ എടുക്കാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. ഈ ഇൻഷുറൻസ് കാർഡിനെ സമീപിക്കുമ്പോൾ പോലും ഈ ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ ഈ സർക്കാർ പോലും എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇത് റെഡി ആവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആശുപത്രി അധികൃതർ പോലും അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മരുന്ന് വിതരണക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, കാരുണ്യയിൽ നിന്നും ഇവർക്ക് തന്നെ 24 കോടിയിലധികം രൂപയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ കാരുണ്യ വഴി പോലുള്ള മരുന്നുകൾ മുടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മരുന്ന് വിതരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കിട്ടേണ്ട പണം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇവരെങ്ങനെ മരുന്ന് നൽകും എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു മരുന്ന് വിതരണക്കാർ പോലും വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ആകുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതോടുകൂടി തന്നെ ഈ സർക്കാർ ഇതിന് കൃത്യമായ രീതിയിൽ ഒരു മറുപടി അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായ രീതിയിൽ ഒരു നടപടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ മരുന്ന് വിതരണം പ്രതിസന്ധി പരിഹരിക്കാനാകൂ എന്നുള്ളതാണ് ഈ മരുന്ന് വിതരണക്കാർക്ക് ഉൾപ്പെടെ പറയാനുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പ്രതിഷേധം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആശുപത്രി സൂപ്രണ്ടിന്റെ മുൻപിൽ വെച്ച് തന്നെയായിരുന്നു ഇത്തരത്തിലൊരു ഒരു സത്യാഗ്രഹം സമരം നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാഘവൻ MP-യുടെ നേതൃത്വത്തിലാണ് ഈ ഉപവാസ സമരം നടക്കാനിരിക്കുന്നത്. ഇന്ന് 8 മണിയോട് കൂടിയാണ് ഈ ഉപവാസ സമരം ഇന്ന് ആരംഭിക്കുന്നത്. തുടർന്ന് നാളെ 8 മണി വരെയാണ് ഈ ഒരു സമരം നീളുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ ആരോഗ്യ വകുപ്പ് ഒരു മറുപടി പറയണം. നേരത്തെയും ആരോഗ്യ വകുപ്പിന് ഈ ഒരു
വിഷയവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആരോഗ്യമന്ത്രി വേണ്ട രീതിയിൽ ഇതിനൊരു നടപടിയെടുക്കാതെ മൗനം വിടുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഈ പാർട്ടി നേതാക്കൾക്കും അതുപോലെ തന്നെ ഈ മരുന്നുകൾ വാങ്ങാൻ വരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം. ഈ നമ്മൾ നേരത്തെയും മരുന്ന് വാങ്ങാൻ വന്ന ആളുകളുടെ പ്രതികരണം തേടിയപ്പോൾ പോലും അവർ പറയുന്നത് നമ്മൾ നേരത്തെയും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ കാരുണ്യ പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് എം കെ രാഘവൻ എം പി മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉപവാസമിരിക്കും. എം കെ രാഘവന് പിന്തുണയുമായി കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളും സമരപ്പന്തലിലെത്തും.